നിഷക്കുട്ടീനെ നിങ്ങൾ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് കുറെ നേരമല്ലോ, ഇതായിട്ടും കണ്ടില്ലല്ലോ. അതാ എപ്പോഴാ അവര് വരുന്നേ? അത് പിന്നെ ഈവനിങ് ഒക്കെ ആവും. നിഷക്കുട്ടി അവിടെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതാ അവക്ക് മതിയാവും വരെ അവിടെ തന്നെ നിക്കാൻ വേണ്ടി പറഞ്ഞേ. ബേബി പാർക്ക് അല്ലയോ, കുറെ പിള്ളേരുണ്ടാവും, അവക്ക് വേണ്ടിയ പോലെ ആസ്വദിക്കാം. ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാ അവക്ക് ബോറടിക്കത്തില്ലേ? അല്ല, അവളില്ലാതെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അതാ. ഒച്ചടാ, എന്റെ ബേബിക്ക് ബോറടിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നേ. വാ വാ വാ, വേഗം എണീറ്റേ. മക്കേ, ഇവിടെയുള്ള എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റി കണ്ടുവരാം. അപ്പൊ പിന്നെ ബോറടിയൊക്കെ മാറിക്കോളും. ബേബി മടിക്കൊന്നും വേണ്ട. നിനക്കെന്നെ അറിയാലോ, 6 മാസം വരെ നീ എന്റെ വൈഫാ. സോ നിന്നെ പുറത്ത് കൊണ്ടുവരുന്നതില് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. സോ എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതി പറയാണ്ടിരിക്കണ്ട. നിനക്ക് പുറത്ത് പോണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. പ്രിയ ഇവിടെ ഉള്ളപ്പോ എനിക്കെന്ത് ബോറടി. ഞാൻ പോയേ കുറച്ചേരം അവളോട് സംസാരിച്ചോണ്ടിരിക്കാം. അപ്പൊ ബോറടിയൊക്കെ അങ്ങ് പമ്പ കടന്നോളും. ആ, അത് പറഞ്ഞപ്പോളാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. എന്താ? അല്ല, എനിക്ക് എന്താന്നറിയില്ല, നല്ല വിശപ്പ്. വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിക്കേ. ഇതിനൊക്കെ എന്നോട് പെർമിഷൻ ചോദിക്കണോ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. വാ, വന്ന് ചോറ് വിളമ്പിത്താ. ചോറ് വിളമ്പി തരാനോ? എന്തിന്? നിനക്ക് കയ്യില്ലേ? പോ, നീ പോയി എടുത്ത് കഴിച്ചോ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഉച്ചക്ക് നീയല്ലേ എനിക്ക് വിളമ്പി തന്നെ. അത് പിന്നെ പ്രിയ ഉള്ളതുകൊണ്ട് നീ പറഞ്ഞോണ്ട് ഇനിയിപ്പോ അവള് വേറെന്തെങ്കിലും വിചാരിക്കണ്ടെന്ന് കരുതി. എങ്ങനെയാണെങ്കിലും എന്താ, നീ വിളമ്പി തന്നു. അതെന്തുകൊണ്ട്? നീ എന്റെ വൈഫ് ആയതുകൊണ്ട്. ഇപ്പോഴും എനിക്ക് വിശക്കണമെന്ന് ഞാൻ പറയുന്നേ. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ നിനക്ക് വിളമ്പി തന്നാലേ? ബാലയാ, വന്ന് ചോറിട്ടതാ. എനിക്കൊന്നും വയ്യ. നീ പോയി തന്നെ എടുത്തിട്ട് കഴിച്ചോ. 6 മാസം കഴിഞ്ഞാ ഞാൻ പോവല്ലോ. ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാലേ പിന്നീട് നിനക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടേ തന്നെ താഴെ കഴിക്കണതാ നിനക്കും നല്ലത്, എനിക്കും നല്ലത്. ഓ എന്റെ ലയ ബേബി, ഇനി 6 മാസം ഉണ്ടല്ലോ. 6 മാസം എന്ന് പറയുമ്പോഴേ 180 ദിവസം. അതിപ്പോ മണിക്കൂറായിട്ട് കൂട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനില്ല. ജയ്സൺ പോയി തന്നെ കഴിച്ചോ, അല്ലെങ്കിൽ പ്രിയനോട് വിളമ്പി തരാൻ പറ. പ്രിയനോടോ? അല്ല, അതിന് അവളെന്റെ ആരാ? അല്ല, എന്തായാലും നമ്മൾ 6 മാസം കഴിഞ്ഞ പിരിയല്ലോ. അപ്പൊ പിന്നെ ജയ്സൺ ഒരു പാർട്ട്ണർ വേണ്ടേ? അത് മാത്രല്ല, പ്രിയക്കാണെങ്കിൽ ജയ്സൺ എന്ന് വെച്ചാ വലിയ ഇഷ്ടമല്ലേ. എപ്പോഴും നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അപ്പൊ പിന്നെ ഇപ്പോഴേ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണെങ്കിൽ 6 മാസത്തിന് ശേഷം ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാലോ. അതാ. അച്ചടാ, അല്ലലയ, നീ എപ്പോഴാ ബ്രോക്കർ പണിയൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയേ? ജയ്സാ, അല്ല, അറിയാത്തോണ്ട് ചോദിച്ചതാ. ഞാൻ നിങ്ങൾ നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ. വെറുതെ അവളെ മുന്നിൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് അവള് വെറുതെ ഹേറ്റ് ചെയ്യണില്ലേ? അത് നിർത്തിക്കോ. കാരണം എനിക്ക് ശേഷം നിങ്ങളെ നോക്കാൻ പോണ തന്നെ അവളാ. അയ്യോ, ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ കഥാപ്രസംഗമൊക്കെ കഴിഞ്ഞോ? എന്നാ വാ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ചോറെടുത്തതാ. ജയ്സാ, നിന്നോടല്ലേ പറഞ്ഞേ, എനിക്ക് പറ്റത്തില്ല. അപ്പോ 6 മാസത്തിന് ശേഷം ഡൈവേഴ്സ് വേണ്ടല്ലേ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അത്ര ഹാപ്പി. ജയ്സാ, എന്നോ? നീ ഇങ്ങനെ ചുമ്മാ എല്ലാത്തിനും ഇതേ പേര് പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തില്ലേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ലെന്നേ. ആലയ, താല്പര്യമില്ലെങ്കിൽ വരണ്ടെന്നേ. അതേപോലെ എനിക്കും 6 മാസത്തിന് ശേഷം ഡൈവേഴ്സ് തരാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ പിന്നെ എന്നെ വെറുതെ വിടുന്നേ. അയ്യോ, എനിക്ക് വേണ്ടി പ്രയാസപ്പെട്ടൊന്നും വരണ്ട. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നേ. എനിക്കിതേ ദൈവം 2 കൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ താനെ എടുത്തിട്ട് കഴിച്ചോളാം. വേണ്ടല്ലയോ, വെറുതെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവിടെ പോയി ചോറെടുത്ത് പ്ലേറ്റ് വെച്ച് വിളമ്പി. ഓ, എന്തോ ഒരു റിസ്കാ. വേണ്ട വേണ്ട, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പോയി കഴിച്ചോളേ. ഓക്കേ, നീ ഇങ്ങനെ സ്നേഹത്തോടെ കെയറിങ്ങോടെ വിളിക്കുമ്പം എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നീ പോയി ചോറെടുത്ത് വെക്കിട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഷോ ഇഡിയറ്റ്, നേരില്ലാത്ത നേരത്ത് നാടു റോട്ടില് വണ്ടി ഇട്ട് നിക്കണ കണ്ടില്ലേ? ഒന്ന് വണ്ടി എടുത്ത് പോടോ. ബെസ്റ്റ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ സമയം. ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എപ്പോ പോകുന്നുണ്ടോ? ഓർമ്മടിക്കാൻ കേട്ടില്ലേ? ഒന്ന് വണ്ടി എടുത്തിട്ട് പോടോ. എന്താ? അല്ല, നിനക്ക് വേറെ
എനിക്ക് ഒരു തിരക്കുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും പീറ്ററിനെ കാണേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാ ഞാനും വരുന്നേ. എന്തേ ഇനി ഞാൻ വരുന്നേല് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെന്താ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവളോട് ഇതിനെപ്പറ്റി ചോദിക്കണോ അതോ ഇവളോട് ചോദിച്ചാ ഇനിയിപ്പോ അവൾ സത്യം പറയോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഹേയ് ഇല്ല, ഒന്നുമില്ല. ഓക്കേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പഠിക്കാണ്ട് പറഞ്ഞോണ്ടേ. ഉണ്ടാവാൻ പോണത് കുറച്ച് ദിവസമാണല്ലോ. അപ്പൊ പിന്നെ നിനക്കെന്നോട് എന്ത് കാര്യം വേണമെങ്കിലും ആവശ്യപ്പെടാം. കുറച്ച് ദിവസോ? അല്ല, അതെന്തേ? കുറച്ച് ദിവസത്തിന് ശേഷം നാട് വിടാൻ വല്ല പ്ലാൻ ഉണ്ടോ? ലൂസിക്ക് നാട് വിടേണ്ട ഒരാവശ്യമില്ല. പിന്നെന്താ എടുത്ത് പ്രത്യേകിച്ചും പറഞ്ഞേ കുറച്ച് ദിവസം. അതാ ചോദിച്ചേ. എന്തേ ഉള്ളില് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തായാലും നിങ്ങൾ അത്ര വലിയ പ്ലാനൊന്നുമില്ല. നിക്ക് ലൂസി, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. എനിക്കെന്തോ ഞാൻ വിചാരിച്ച പോലെ നീ മനസ്സിലെന്തോ കൊണ്ടിടുന്നിട്ടാ ഇങ്ങനെ കുത്തി പറയുന്നേ. അതെന്താന്ന് വൈകാണ്ട് തന്നെ ഞാൻ കണ്ടുപിടിക്കാം. എന്നിട്ടേ ഞാൻ നിനക്ക് ഇതിനുള്ള മറുപടി തരാട്ടോ. അതുവരെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. എന്താ ജിം, നിനക്ക് പറയാൻ മറുപടി ഒന്നുമില്ലല്ലേ? മറുപടി എങ്ങനെ ഉണ്ടാവാനാ? നിനക്ക് തന്നെ അറിയാം നീ ചെയ്തത് എത്ര വലിയ ചതിയാന്ന്. അപ്പൊ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ പറ്റും? ഷോ, ഈ നേരത്തെ താരാ? ഹലോ മച്ചാ, തിരക്കിലാണോടാ? എന്ത് തിരക്ക്? നീ പറയടാ. അല്ല, മാരേജ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വല്ല ഹണിമൂണോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല കപ്പിൾസ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചോ? അല്ല, എന്തെങ്കിലും ട്രിപ്പിലാണോ? ആ, അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഒരു ട്രിപ്പിലാണ്. ആഹാ, അപ്പോ ഞാൻ മാനത്ത് കണ്ടത് ശരിയാണല്ലേ? അല്ല, ട്രിപ്പ് എങ്ങോട്ടാ? ഊട്ടി, കൊടൈക്കനാൽ, ഗോവ, മൈസൂർ? അല്ല അല്ല, എന്തായാലും ഊട്ടിയിലേക്ക് അയക്കും. ഇപ്പൊ ഊട്ടിയില് നല്ല തണുപ്പ് കാലല്ലേ? സോ എന്തായാലും അങ്ങോട്ടേക്ക് ആയിരിക്കും അല്ലേടാ? നീ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട. ഞാനേ ഇപ്പോ പീറ്ററിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാട്ട്? ഇവിടെയുള്ള പീറ്ററിന്റെ വീട്ടിലേക്കാണോ നീ ട്രിപ്പ് എന്ന് പറഞ്ഞേ? അതൊരു വകയില് ട്രിപ്പൊക്കെ തന്നെയല്ലേ? ഓ, അത് ശരിയാ. നിങ്ങളിപ്പോ കപ്പിൾസ് ആയിട്ട് അങ്ങോട്ട് പോയാലും അതൊരു ട്രിപ്പ് തന്നെയല്ലേ? അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തേ വിളിച്ചേ? ഞാൻ എന്തേ വിളിച്ചേന്നോ? മാരേജ് കഴിഞ്ഞ് 2 ദിവസമായി ഞാൻ നിന്നെ കണ്ടിട്ട് പോരില്ല. എന്തോരം സങ്കടം ഉള്ളിൽ അടക്കി പിടിച്ച് നിക്കണെന്നറിയോ? നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുവാടാ. നീ എപ്പോഴാന്ന് വരുന്നേ? ചിച്ചി, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ സംസാരിച്ചതേ. ജിമിനോടാ. നിനക്ക് വിശ്വാസമെങ്കിൽ സംസാരിച്ചു നോക്ക്. എന്റെ അറിവില് നീ ഒരു അടിപൊളി പൂങ്കോഴിയാ. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ട്രാക്ക് ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതെ, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. അത് നിനക്ക് നല്ലതാവത്തില്ല. ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞായിരുന്നു. വീട്ടില് മാത്രം നീ മിസ്സസ് കിം എന്ന്. ഈ ഓഫീസിൽ കാല് കുത്തിയ പിന്നെ നീ എന്റെ സ്റ്റാഫാ, വെറും സ്റ്റാഫ്. ഞാൻ നിന്റെ ബോസും. ബോസ് ബോസ് എന്ന് വിളിച്ചാ മതി. അതിന് കൂടെ എക്സ്ട്രാ ഇൻക്ലൂഡ് ഒന്നും വേണ്ട, കേട്ടല്ലോ? നീ ഇപ്പൊ എന്തിനാ വന്നേ? അത് പറഞ്ഞിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അതിന് ഈ വലിച്ചു നീട്ടിയുള്ള സംസാരം നിർത്തിയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ബോസാ. ആ ഒരു റെസ്പെക്റ്റോട് കൂടെ സംസാരിക്കണം, കേട്ടല്ലോ? ക്ലാര, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ട് കേട്ടോ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഫസ്റ്റ് ഡേ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കൂട്ടല്ലേ? ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നീ ഒന്ന് പുറത്ത് പോയിക്കേ. ചെല്ലേ, ഞാൻ തന്നെ വിളിക്കാം. അപ്പൊ ഒന്നേച്ചാ മതി. ഓ, ഒപ്പിടാനുള്ളതാണെങ്കിലേ അവിടെ വെച്ചിട്ട് പോ. ഞാൻ ഒപ്പിട്ടോളാം. ചെല്ലേ. ഞാൻ അത്രയ്ക്കും മാണ്ടൊന്നുമല്ല. ആ ഫയലോട് വെച്ചിട്ട് പോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒപ്പിട്ടിട്ടെ ഞാൻ കൊടുത്തയച്ചോളാം. ചെല്ലേ. ഇവക്കിട്ട് ഞാനൊരു പാഠം പഠിപ്പിക്കണം വിചാരിക്കുമ്പോ ഇത് നേരെ തല കുത്തനാണല്ലോ. എടാ, തിരക്കിലാണെങ്കിൽ കുഴപ്പമില്ല. നീ ഫ്രീ ഒക്കെ ആയിട്ട് വിളിക്കേ. തിരക്കിലൊന്നല്ല, നീ പറ. അല്ല, നീ അവിടെ എത്തി? അത് പിന്നെ ഇപ്പൊ കറക്റ്റ് കോളേജിന് അവിടെ ഉണ്ട്. 5 minutes later.
അതെങ്ങനെ എനിക്കറിയാനാ? അല്ല, വണ്ടി റിപ്പയർ ചെയ്തിട്ട് കുറേ നേരമായില്ലേ? വർക്ക്ഷോപ്പിൽ ആള് ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോട്ടെ. നീ വേണമെങ്കിൽ പിന്നെ പീറ്ററിനെ മീറ്റ് ചെയ്തോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും പീറ്ററിനെ കാണേണ്ട ആവശ്യമുണ്ട്. എന്തായാലും എനിക്ക് ഇന്ന് തന്നെ അവരെ കണ്ടേ പറ്റൂ. പക്ഷേ വണ്ടി റിപ്പയർ ആയില്ലേ? ഇനിയിപ്പോ എങ്ങനെ പോവാനാ? അതൊക്കെ ഞാൻ വേറെ വണ്ടിക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പത്തേക്ക് വണ്ടി എത്തും. അതുവരെ ഒന്ന് സമാധാനപ്പെട്. അല്ല, നേരെ ഇരുട്ടിക്കൊണ്ടിരിക്കല്ലേ? വല്യമ്മയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. ജിമിൻ വേണമെങ്കിൽ നാളെ പീറ്ററിനെ മീറ്റ് ചെയ്തോ. ഞാൻ നിന്നോട് പറഞ്ഞേ ഞാനും വരുന്നുണ്ടെന്ന്. പിന്നെ നേരെ ഇരുട്ടിനെ പറ്റി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ കൂടെ ഉള്ളതേ ഞാനാ. അല്ല ജിം, അത് പിന്നെ ദാടാ ഇവിടെ ഇങ്ങോട്ട് വാ. ബൈക്കോ? അല്ല, ഇതിലെങ്ങനെ പോവാനാ? ഛോ, എനിക്ക് പോവാൻ പറ്റിയ നേരവും വണ്ടിക്ക് റിപ്പയർ ആവാൻ പറ്റിയ സമയവും. എന്റെ ഈശ്വരാ, ഞാൻ എങ്ങനെ ഈ ബൈക്കിൽ പോവും? എനിക്കൊന്നും പോണ്ട. എന്താ നോക്കി നിക്കുന്നേ? വാ. അത് പിന്നെ ജിം, കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്തേക്കിട്ടോ. ആ ഓക്കെ സർ. എന്നാ ശരി, പപ്പനോട് പറഞ്ഞേക്കേണ്ടേ. ആ ഓക്കെ സർ. എന്നാ പൊക്കോ. ജിം, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഹോർൺ അടിക്കുന്നേ? ഞാൻ അടുത്തല്ലേ നിൽക്കുന്നേ. ഹോർണടിക്കണ കേട്ടില്ലേ? വാ വണ്ടി കയറ്. ഈ വണ്ടിയിലോ? പിന്നെ അല്ല, നീ ഏതെങ്കിലും ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ജിം, ഇല്ലല്ലോ. അപ്പോ മിണ്ടാതെ വണ്ടി കയറാൻ നോക്ക്. ഇത്ര നേരം വണ്ടി വരാത്തന്റെ തിരക്കല്ലായിരുന്നോ? വണ്ടി വന്നപ്പോ എന്തോ ആലോചിച്ച് നിക്കുന്നേ. അല്ല, നമ്മള് ഈ ബൈക്കിൽ എങ്ങനെ പോവും? അത് ശരിയാത്തില്ല. ജിം, ബൈക്കിൽ പോയിക്കോ. ഞാനേ ഓട്ടോറിക്ഷ പിടിച്ച് വന്നോളാം. ലൂസി, വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല. അത് പിന്നെ വണ്ടി പോയാൽ ശരിയാത്തില്ല. രണ്ടുപേരും ഒരുമിച്ച് അതൊന്നും വേണ്ട. കാറിലാണെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇതൊന്നും എനിക്ക് തീരെ പറ്റത്തില്ല. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് വന്നോളാം. ജിം, ബൈക്കിൽ പോയിക്കോ. ലൂസി, നിന്നോട് കേറാനാ പറഞ്ഞേ. വേഗം വരാൻ നോക്ക്. അത് പിന്നെ ജിം, ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്കുന്നേ. അത് പിന്നെ ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോയാൽ ശരിയാത്തില്ല. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് വന്നോളാം. ജിം, പോയിക്കോ. ഡേ, നിന്നോട് വണ്ടിയിൽ കേറാനാ പറഞ്ഞേ. നീ കേറണോ അത് ഞാൻ കേട്ടിരുത്തണോ? അതൊന്നും വേണ്ട. അത് പിന്നെ നോക്കൂ ലൂസി, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നിട്ട് ഇങ്ങനെ വട്ടം തിരിപ്പിക്കാണ്ട് മര്യാദയ്ക്ക് കേറുന്നതാ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിന്ന് ഇറങ്ങിയാണ്ടല്ലോ. ഏത് നേരത്താണോ എനിക്ക് ഇവന്റെ കൂടെ വരാൻ തോന്നിയത്? എന്റെ കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക്, ഞാൻ തന്നെ നിന്നെ വണ്ടിയിൽ കയറ്റിയിരുത്താം. അതൊന്നും വേണ്ട. ഞാൻ തന്നെ കേറി ഇരുന്നോളാം. പോരെ? കേറ്. കേറിയോ? വണ്ടി വരുന്നേ. ജിം, പതുക്കെ ഓടിക്കേ. നോക്കി നല്ല ഓടിക്കേ. നിക്ക്, ഈ ബൈപ്പാസ് ഒന്ന് കഴിയട്ടെ. എന്നിട്ടേ ഞാൻ വണ്ടി നിർത്താം. വണ്ടി നിർത്താനോ? എന്തിന്? നീ വന്ന് ഫ്രണ്ടിലിരുന്ന് ഓടിച്ചോ. വണ്ടി ഓടിക്കാനോ? തന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ലോ. അപ്പൊ പിന്നെ കോമോന്ന് രക്ഷണം വണ്ടി പോരുത്. മിണ്ടാതിരുന്നോണ്ടേ. ഞാനേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നല്ല, 5-6 കൊല്ലായി. അപ്പൊ പിന്നെ എനിക്ക് അറിയാം ഓടിക്കാന്. നീ ഇവിടെ കിടന്നിട്ടേ റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു തരണ്ടേ കേട്ടാ. ഞാന് നല്ലേന് പറഞ്ഞതല്ലേ. ഞാനും കൂടെ ബാക്കിലിരുന്ന് വരില്ലേ? അപ്പൊ പിന്നെ എന്റെ സേഫ്റ്റി നോക്കേണ്ടത് എന്റെ കടമയല്ലേ? തൽക്കാലേ നിന്റെ കടമ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. എന്റെ കൂടെ വന്ന ആളെ എങ്ങനെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണമെന്ന് ഈ ജിമിന് നന്നായിട്ട് അറിയാം. അതിന് ജിമിന്റെ ആരെ സഹായം വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട. അല്ല, കോളേജിലത്തെ കാര്യമൊക്കെ കോളേജിൽ വരുമ്പോ സംസാരിച്ചാ പോരെ? അതിനിപ്പോ മെനക്കെട്ട് അവന്റെ വീട് വരെ വരണോ? അല്ല, ഞാൻ വരുന്നേല് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. ശോ, എനിക്കാണെങ്കിൽ കാറ്റൊക്കെ തട്ടിട്ട് ഓർക്കം വന്നിട്ട് വയ്യ. ഹലോ ജിം. ആ ഡാഡി. അല്ല, ഡ്രൈവർ പറഞ്ഞു നീ ലൂസി പുറത്തെവിടെ പോയതാന്ന്. ആ അതെ ഡാഡ്, ഞാനും ലൂസിയും അവളെ വല്യമ്മന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓ അതേതായാലും നന്നായി. ഞാൻ നിങ്ങളോട് പറയാനിരിക്കുവായിരുന്നു. ഇന്നലെ ലൂസിന്റെ വെള്ളിച്ച വിളിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അങ്ങോട്ടേക്ക് പിള്ളേരെ പറഞ്ഞേക്കാൻ പറഞ്ഞ് ഇന്നലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഞാനാണെങ്കിൽ നിങ്ങൾ നല്ല തിരക്കിലിരിക്കുന്ന കരുതിട്ടെ ഞാന് പറയാന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ബിസിനസിന്റെ ഓരോ തിരക്കില് അതങ്ങ് വിട്ടുപോയി. എന്തായാലും നിങ്ങളായിട്ട് പോയല്ലോ, അത് നന്നായി മക്കളെ. അയ്യോ ഡാഡ്, അതിനൊന്നല്ല. അത് പിന്നെ പീറ്ററിനെ കാണേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായി. അതാ അങ്ങോട്ടേക്ക് പോകുന്നേ. ഓ, ആവശ്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവര് നമ്മളോട് ആവശ്യപ്പെട്ടത് വിരുന്നിന് പോകാനാണല്ലോ. എന്തായാലും അവിടെ പോണ കഴിയോടെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. തിരക്ക് പിടിച്ച് വരാനൊന്നും നിൽക്കണ്ട. കേട്ടല്ലോ? അമ്മന്റെ കാര്യം വെച്ച് വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട. അമ്മന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ അല്ല ഡാഡ്, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോണതേ പീറ്ററിനെ കാണാനാ.
ആ ആയിക്കോട്ടെ, നീ പീറ്ററിനെ കൊണ്ട് സംസാരിച്ചിട്ടൊക്കെ പോരെ. അതിന്റെ കൂടെ തന്നെ വിരുന്ന് കഴിഞ്ഞിട്ട് വന്നേച്ചാ മതി. തിരക്ക് പിടിച്ച് വരാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ലൂസിന്റെ വെളിച്ചനെ വിളിച്ച് കാര്യം പറയാം. നിങ്ങൾ എന്തായാലും വിരുന്ന് കഴിഞ്ഞ് ഇന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് വന്നാ മതി. അതൊന്നും വേണ്ട ഡാഡി, അതൊന്നും ശരിയാവത്തില്ല. ഞാൻ പീറ്ററിനെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും. ജിം, ഡാഡിയാ പറയുന്നേ. നീ നോക്ക്, ഞാനേ ലൂസിനെ വെളിച്ചനെ വിളിച്ച് പറഞ്ഞോളാം. ഡാഡി ഡാഡി ഒരു മിനിറ്റ്. ഷോ കോള് കട്ട് ചെയ്തോ? എന്റെ ഡാഡിയെ വിളിച്ചേ. ലൂസി, ലൂസി എണീക്ക്, പീറ്ററിന്റെ വീടെത്തി. ലൂസി എണീക്ക് ലൂസി. ലൂസി അത് പിന്നെ ബൈക്കിൽ വന്നപ്പോ അവൾ ഉറങ്ങിപ്പോയി. അതാ. ഓ അത് അവള് സ്ഥിരം ഏർപ്പാടാ ചെയ്യും. അവൾക്ക് ബൈക്കിൽ പോണെന്ന് വെച്ചാ വലിയ ഇഷ്ടമാ. പക്ഷെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. നോക്കിയേ, വീടെത്തിയത് പോലെ അറിയാണ്ട് എന്ത് ഉറക്കത്തിലാന്ന്. ലൂസി, ലൂസി എണീക്കടി, വീടെത്തി. അമ്മേ, ഇതാരാ വന്ന് നോക്കിയേ. ഇറങ്ങ്. ഒന്ന് റിലീസ് ചെയ്തായിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങായിരുന്നു.